എടാ നിന്റെ അപ്പൊ ഒന്ന് കൂടി തന്നാ. ആരപ്പ ഇതുകൊണ്ട് എടുക്കാൻ പറഞ്ഞത്? ഓള് വന്നിട്ട് എടുത്തോളും. ഓളോളെ വിരുന്നാ കഴിഞ്ഞിട്ട് വരട്ടെ. അപ്പടാ ഇജ്ജ് ഓളെ പോയി കൂട്ടിക്കൊണ്ടിരുന്നില്ലേ? ദിവസം 2 ആയില്ലേ പോയിട്ട്. ഓളെ ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരേ. ഇത് നിങ്ങൾ രണ്ടാളും ഒത്തുകളെ എനിക്ക് ശരിക്കറിയാം. ഓളെ അവിടെ ചെന്ന് പറയിപ്പിച്ചില്ലേ നിന്റെ മുഖത്ത് ചളിവായിട്ട് തേച്ചിട്ട് ഡോളി പോയത്. പിന്നെ ഓളെ ഞാൻ കൂട്ടിക്കൊണ്ടുവരേ. എടാ എൻ്റെ സ്വഭാവം കൊണ്ടല്ലേ ഓള് പോയത്. അല്ലാതെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ് വേണ്ടത്, അല്ലാതെ അന്യന്മാരെ മാതിരി കരുതല്ല വേണ്ടത്. എന്നാലും ഓൾക്ക് ഇതിനുള്ള ധൈര്യം ഇവിടുന്ന് കിട്ടി. ഇങ്ങോട്ട് വരട്ടോളൂ. നല്ല ചേർക്ക് കുട്ടികളും മക്കളൊക്കെ ആയിട്ട് കഴിയാ വേണ്ടത്. എന്നിട്ട് ഇപ്പൊ കാട്ടണതോ കുട്ടികളും മക്കളും. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവും കൂടി ഉള്ളൂ. അല്ലാത്ത ഒക്കെ ആയിട്ടുണ്ട് ഇവിടെ. എന്തേടാ അതൊരു കുറവല്ലേ? ഇജ്ജ് കെട്ടിക്കൊടുന്ന പെണ്ണല്ലേ ഓള്. 2 ദിവസമായില്ലേ ഓള് ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട്. എന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് വല്ല അന്വേഷണം ഉണ്ടായിട്ടുണ്ടോ? എന്തിന്? ഇന്റെ അനുവാദം കൂടാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോയോളെ ഓളെ കാല് പിടിക്കാൻ പോണേന് ഓൾക്ക് എന്തിന്റെ കുറവിടെ ഉണ്ടായത് ഇവിടെ ഇറങ്ങിപ്പോകാന്? ഇജ്ജെന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്ത് കുറവാ ജോക്ക് വരുത്തിയത്. ഇതൊന്ന് പൊയ്ക്ക അവിടുന്ന്. ഇനിയിപ്പോ അതിന്റെ ഒരു കമ്മിയും കൂടി വേണം. അല്ലടാ തണുക്കൊരു ചായയും വെള്ളമൊന്നും വേണ്ടേ? എനിക്കൊന്നും വേണ്ട ചായയും വെള്ളം. എന്തേ പണക്ക് വിശപ്പും ദാഹമൊക്കെ ഇല്ലാതെ അയ്യോ? ഓള് പോയിട്ട് ഇജ്ജ് മര്യാദയ്ക്ക് എന്തെങ്കിലും നിന്നിട്ടുണ്ടോ? ഇത്ര സങ്കടം ഉണ്ടെങ്കിൽ നിർത്തിക്കളി. ഇക്കാരെന്താ നിങ്ങൾ പറയാൻ പോണെന്ന്? നാളെ പോയി കൊണ്ടുവരാനല്ലേ? എൻ്റെ അച്ഛൻ്റെ വാച്ച് ഞങ്ങൾക്ക് അറിയില്ലേ? ആ അച്ഛൻ്റെ മകനാണ് ഞാൻ. അതുകൊണ്ട് എന്നോടൊന്നും പറയാൻ വരണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാടാ? 2 കുടുംബവും നാശത്തിക്കാണ് വരുന്നത്. ഇജ്ജ് സ്നേഹത്തിൽ ഒരു വിളി വിളിച്ചാൽ മതി, ഓള് ഇങ്ങനെ തിരിച്ചു വരും. കാണുന്ന കണക്ക് പെൺകുട്ടികളുടെ ജീവിതം കേടെടുത്തിക്കളയാളല്ല.
ഹലോ, അമ്മയാണേ. ഇപ്പം ആദ്യത്തെക്കാട്ടിയും കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വല്ലാതെ നിൽക്കേണ്ടി വരിക. 2 ദിവസമൊക്കെ കഴിഞ്ഞാലേ കൊണ്ടുവരാൻ വരുന്നുണ്ടാവും. ആ ആ അമ്മ ഇവിടുത്തെ അവസ്ഥ അമ്മയ്ക്ക് അറിയണ്ടല്ലേ. ഞാൻ ഇവിടെ വന്നതൊന്നും കാര്യം എന്താണെന്നും ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് 2 ദിവസത്തിൽ കൂടുതലൊന്നും ഇവിടെ നിൽക്കാൻ പറ്റൂല. എന്നാൽ തന്നെ എൻ്റെ വർത്താനത്തിൽ നിന്ന് അമ്മയ്ക്ക് എന്തൊക്കെ സംശയം തോന്നുന്നുണ്ട്. അത് വേണ്ട അമ്മ, ഏട്ടന് ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറയണ്ട. ഞാൻ വന്നോണ്ട് അമ്മ നിർബന്ധിച്ചോണ്ട് മാത്രമാണ് ഞാൻ അങ്ങോട്ട് വന്നത്. അത് അമ്മയ്ക്ക് അറിയൂലേ. അത് കുഴപ്പമില്ല, അമ്മ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ആയിക്കോട്ടെ അമ്മ. അതൊന്നും കുഴപ്പമില്ല. ഇത്രയും വരെ എത്തിച്ചില്ലേ, 2 ദിവസം കൊണ്ട് ഇവിടെ എത്തും. അമ്മേൻ്റെ ഈ ഒരൊറ്റ ധൈര്യത്തിലാണ് ഞാനിവിടെ നിൽക്കണത്. അമ്മയ്ക്കറിയാലോ, എൻ്റെ താഴെ 2 ആളില്ലേ. എൻ്റെ ജീവിതം എങ്ങനെ ആയാൽ പിന്നെ ഓരോ ജീവിതം, അച്ഛനോരോ കഷ്ടപ്പാട് എനിക്കൊന്നും അറിയില്ല അമ്മ. ആ ശരി, ആയിക്കോട്ടെ, ഞാൻ വിളിച്ചോണ്ട്. എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്? കണക്കില്ല 2 പെങ്ങന്മാർ. ഓൽക്കാൻ ഈ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിലും അതിപ്പോ ഞാൻ ഇപ്പം അതിന് മാത്രം സീരിയസ് ആയിട്ടൊന്നും ഞാൻ കരുതിയിട്ടില്ല. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന ആർക്കറിയാം. ഞാൻ എൻ്റെ ഈ പണിത്തിരക്കും ഓരോ പ്രശ്നങ്ങളും കാരണം എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചീത്ത അറിയും. അതിപ്പോൾ എത്രത്തോളം ഗൗരവമാണെന്ന് എനിക്കറിയോ. തെറ്റ് പമ്മേനുട്ടിക്ക് മനസ്സിലായില്ലേ? തെറ്റെല്ലാവർക്കും വരും. ഇനി അമ്മേനുട്ടിയോളെ പോയി കൊടുക്കും.